നഗരസഭാ കൗൺസിൽ ഹരിതകർമ്മ സേനാംഗത്തെ ബി.ജെ.പി. കൗൺസിലർ ഭീഷണിപ്പെടുത്തി. വിഷയത്തിൽ പുന്നയ്ക്കാമുകൾ വാർഡ് കൗൺസിലർ മഞ്ജു പി.വിക്കെതിരെ ഹരിതകർമ്മ സേനാംഗം പ്രതിഭ മേയർക്ക് പരാതി നൽകി. സേനാംഗങ്ങളുടെ 3 ലക്ഷം രൂപ കൗൺസിലറുടെ സുഹൃത്തും സേനയുടെ കൺസോർഷ്യം സെക്രട്ടറിയുമായ ജയലക്ഷ്മി തട്ടിയെടുത്തുവെന്നാണ് ആരോപണം. കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, വിശദാംശങ്ങൾ. അസിത, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ മേയർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഇവരുടെ പരാതിയിൽ പറയുന്നത് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ പിരിക്കുന്ന ഈ ഒരു കൺസോർഷ്യം ഉണ്ട്. ആ കൺസോർഷ്യത്തിന്റെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും പേരിലുള്ള അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. ഈ തുകയാണ് ഇവർക്ക് ശമ്പളമായി ഉൾപ്പെടെ, ഹരിത സേനാംഗങ്ങൾക്ക് ശമ്പളമായി ഉൾപ്പെടെ നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. ഇത് പരിശോധിച്ചപ്പോഴാണ് 3 ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് തിരിമറി നടത്തിയതായി ഇവർ കണ്ടെത്തുകയും ഇതിന്റെ ഭാഗമായി പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഈ കൺസോർഷ്യത്തിന്റെ സെക്രട്ടറിയും ബി.ജെ.പി. നേതാവുമായിട്ടുള്ള ജയലക്ഷ്മി എന്നയാളാണ് എന്നാണ് ഇവരുടെ പരാതി. പക്ഷേ ഈ ജയലക്ഷ്മിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ വാർഡ് കൗൺസിലർ മഞ്ജു ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പരാതി നൽകിയ ഈ ഹരിത സേനാംഗങ്ങളെ അധിക്ഷേപിക്കുന്ന നിലപാടുമുണ്ടായി എന്നതാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്. സ്വാഭാവികമായി ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഈ പരാതി ചർച്ചയ്ക്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് ഇടത് അംഗങ്ങൾ ഈ കൗൺസിലിൽ ഉന്നയിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് വലിയ ബഹളം ഈ കൗൺസിൽ യോഗത്തിൽ ഉയർന്നത്. വലിയ നിലയിൽ ഈ മേയറെ ഉൾപ്പെടെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായി. മേയറുടെ വീട്ടിലുള്ള ആളുകളെ ഉൾപ്പെടെ വ്യക്തിപരമായി ബി.ജെ.പി. അംഗങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ കൗൺസിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വിഷയം പോലീസിന് കൈമാറാൻ വേണ്ടിയാണ്. ഈ പരാതി പോലീസിന് കൈമാറാനും നിയമപരമായ നടപടിയെടുക്കാനും വേണ്ടിയാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത് ഈ പരാതി നൽകിയ ഹരിത സേനാംഗങ്ങൾക്ക് നേരെ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ ചില തമിഴ് കുടുംബാംഗങ്ങൾ കൂടിയുണ്ട്. ഇവരെ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്, ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ടില്ല, നിങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, നിങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കും, കള്ളക്കേസിൽ കൊടുക്കും എന്നതടക്കമുള്ള ഭീഷണിയാണ് ഈ കൺസോർഷ്യം സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ വാർഡ് കൗൺസിലർ മഞ്ജുവും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത് എന്നതാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഈ പരാതിയാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ വലിയ ചർച്ചയ്ക്കും ബഹളത്തിനും ഇടയാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ നിയമപരമായി നീങ്ങാനാണ് കോർപ്പറേഷന്റെ തീരുമാനം, ഈ കൗൺസിലിന്റെ തീരുമാനം. ഈ പരാതി പൂജപ്പുര സ്റ്റേഷനിൽ, അതായത് പൂജപ്പുര പോലീസിന് അന്വേഷണത്തിനായി കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അസിത. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.